Hey guys, it's me, Emma Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, മെയ് 10 റിസൾട്ട് പുറത്തുവിടുമെന്നുള്ള വാർത്തയാണ് ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, മെയ് 10 റിസൾട്ട് വരുമോ? സർ, ഇനി ആകെ 15 ദിവസം കൂടിയല്ലേ ഉള്ളൂ. മെയ് 10 റിസൾട്ട് വരുന്നു ഉറപ്പാണോ? കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് അറിയിക്കുകയാണ് MS സൊല്യൂഷൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതായത് മെയ് 10 എന്നുള്ള റിസൾട്ട് എവിടെ നിന്നാണ് വന്നത്, ഇത് സത്യമാണോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, ശ്രദ്ധിച്ചോളൂ, കൃത്യമായിട്ടുള്ള വാർത്തയാണ് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി, അതായത് നമ്മുടെ പ്ലസ് ടു ഉണ്ടോ, +1 അല്ല, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണയം അടുത്ത ആഴ്ചയോടെ പൂർത്തിയാക്കും. SSLC മൂല്യനിർണയം ഇന്ന് അതായത് ഇന്നലെയാണ് ഇത് പൂർത്തിയായത്. ഹയർ സെക്കൻഡറിയിൽ ആകെ 77 ക്യാമ്പുകളിലാണ് മൂല്യനിർണയം അഥവാ വാല്യുവേഷൻ നടന്നത്. ഓക്കെ, യെസ്, അതിൽ 25 എണ്ണം ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകളാണ്. ആകെ 25,000-ഓളം അധ്യാപകർ മൂല്യനിർണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന 8.5 ലക്ഷത്തോളം കുട്ടികളുടെ 52 ലക്ഷത്തിൽ പരം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണയം നടത്തുന്നത്. അടുത്തയാഴ്ചയുടെ മൂല്യനിർണയം പൂർത്തിയാക്കി മെയ് 10 ഫലം പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം. അതായത് മെയ് 10 റിസൾട്ട് പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് +2 കുട്ടികളുടെ റിസൾട്ടാണ്. ഏത് കുട്ടികളാ? +2 കുട്ടികളുടെ റിസൾട്ടാണ് എന്ന് വരാൻ ചാൻസ് ഉള്ളത്. മെയ് 10 കൂടി വരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് ആരറിയിച്ചിരിക്കുന്നത്? ഈ ഒരു വാർത്താ മേഖല മാധ്യമങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അത് ആ പരീക്ഷാ ഭവനിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയാണത്. ഇനി അടുത്ത ചോദ്യം, സർ, +2 റിസൾട്ട് മെയ് 10 SSLC റിസൾട്ട് എന്ന് വരും. അതാണ് ഇവിടെ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +2 റിസൾട്ട് വരുന്നതിനേക്കാൾ 5-6 ദിവസങ്ങൾക്ക് മുന്നെയാണ് SSLC റിസൾട്ട് വരിക. അങ്ങനെയാണെങ്കിൽ SSLC റിസൾട്ട് വരുന്നത് മെയ് 1 വീക്കിലും അതായത് മെയ് 7 ഉള്ളിലും, +2 റിസൾട്ട് വരുന്നത് മെയ് 14 ഉള്ളിലുമായിരിക്കും. ഇതായിരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് വാല്യുവേഷൻ ക്യാമ്പ് ഇലക്ഷൻ കാരണം കൂടുതൽ വൈകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അധ്യാപകർ വാല്യുവേഷൻ ക്യാമ്പ് പൂർത്തിയാക്കി എന്നുള്ള വാർത്തയാണ് വിദ്യാഭ്യാസ മേഖല പുറത്തുവിട്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇനി ഏപ്രിൽ 26 ഇലക്ഷൻ കഴിഞ്ഞാലും ശരി, നമ്മുടെ ടാബുലേഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കൊടുക്കുക എന്നുള്ളൊരു വർക്കാണ്. ഈ വർക്ക് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. 5-6 ദിവസത്തെ സമയം മാത്രം മതി. വെറും 5-6 ദിവസത്തെ മാത്രം സമയം. അത്രയും ദിവസം വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും ഈ അളവ് കുറയും, ദിവസങ്ങളുടെ എണ്ണം കുറയും. അപ്പോൾ 25,000-ഓളം അധ്യാപകർ പങ്കെടുക്കുന്ന സമയത്ത് ടാബുലേഷൻ വർക്ക് നന്നായിട്ട് കുറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എലക്ഷൻ എന്ന് പറയുന്ന സംഗതി, അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരിക്കലും നമ്മുടെ +2 SSLC റിസൾട്ടുകളെ ബാധിക്കില്ല എന്ന് വേണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കാൻ. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മെയ് 10 നമ്മുടെ +2 റിസൾട്ട് പുറപ്പെടുവിപ്പിക്കാൻ അധ്യാപകർ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മെയ് 7 SSLCയുടെ റിസൾട്ട് വരണം. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് നേരത്തെ ആയിപ്പോയില്ലേ. കുറച്ച് മുന്നേ ആണെങ്കിൽ ഗൂഗിൾ അടക്കം പറഞ്ഞിരുന്നത് മെയ് 15 ആയിരുന്നു. കാര്യം ഇലക്ഷൻ കാരണം ഒന്നങ്ങോട്ട് വൈകുകയാണെങ്കിൽ പോലും മെയ് 15 നമ്മൾ കണ്ടിരുന്ന ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റ് വീണ്ടും കുറച്ചുകൂടി നേരത്തെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മാറുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എപ്പോഴാണ് വരാമെന്നറിയോ? 26 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ടീച്ചേഴ്സ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഈ ടാബുലേഷൻ വർക്ക് ക്രമാതീതമായി വൈകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോകും. ഇപ്പൊ ബാക്കോട്ടേക്കാണ് വന്നത്.
ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നോക്കിയിട്ടാണ് ഈ ഡേറ്റിൽ ഡീവിയേഷൻ നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഇലക്ഷൻ നന്നായിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റിസൾട്ട് മുന്നോട്ടേക്ക് പോകും. അതായത് SSLC റിസൾട്ട് ഒരു മെയ് 15 പോയേക്കാം. നിലവിലത്തെ അപ്ഡേറ്റ് ഇലക്ഷൻ 26-ാം തീയതിയാണ്. ഇപ്പോൾ 21-ാം തീയതി അല്ലേ? 21-ാം തീയതി നിലവിലത്തെ അപ്ഡേറ്റ് പ്രകാരം മെയ് 1st വീക്കിൽ SSLC റിസൾട്ടും മെയ് 2nd വീക്ക് 10ഓടുകൂടി +2 റിസൾട്ടും പുറത്തുവിടും. ഒന്നും പറയാനില്ല, എനിക്ക് നിങ്ങളോട് ഒന്നുമേ പറയാനില്ല. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ, സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് +1ൻ്റെ ബാച്ച് MS സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണപ്പെടുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ബാച്ചിനെ കുറിച്ച് കംപ്ലീറ്റ് 45 മിനിറ്റ് ഞാൻ പറയുന്ന ഒരു വീഡിയോ ആണ്. കംപ്ലീറ്റ് ആ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് കേട്ടതിന് ശേഷം അതിലേത് ബാച്ച്, 3 ബാച്ച് ഉണ്ട് +1 സയൻസിന് വേണ്ടിയിട്ട്, അതിലേതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു വർഷം റിസൾട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. നിങ്ങളുടെ റിസൾട്ട് എൻ്റെയും കൂടി റിസൾട്ടായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. സെറ്റല്ലേ? വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.